നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരയിലും കടലിലും ആകാശത്തും പാകിസ്ഥാനെ നിലം തൊടിയിക്കാതെ ഇന്ത്യ. അതിന്റെ കൂടെ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ അടിയും കിട്ടി തളർന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ വീണ്ടും അടിയുടെ പൂരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇഞ്ച് ഗ്യാപ്പ് പാകിസ്ഥാന് കിട്ടുന്നില്ല. സൈബർ ഇടത്തിലും കരണം പുകയുന്ന അടിയാണ് പാകിസ്ഥാന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രത്യാക്രമണം നേരിടുന്ന പാകിസ്ഥാൻ സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന തരത്തിൽ പാക് ധനകാര്യ വകുപ്പിന്റെ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടു. സാമ്പത്തിക സഹായം നൽകണമെന്നും വിദേശ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കുറിപ്പാണ് എക്സ് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. ശത്രുക്കൾ കടുത്ത നാശമുണ്ടാക്കിയ സാഹചര്യത്തിൽ കൂടുതൽ വായ്പ അനുവദിക്കണമെന്ന് അന്താരാഷ്ട്ര പങ്കാളികളോട് അപേക്ഷിക്കുന്നു. യുദ്ധത്തിന്റെയും ഓഹരി വിപണി തകർച്ചയുടെയും പശ്ചാത്തലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കേണ്ടതുണ്ട്. ഇതിന് സഹായിക്കണം എന്നാണ് പാകിസ്ഥാൻ എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പിൽ പറഞ്ഞിരുന്നത്. പാക് സർക്കാരിന്റെ ധനമന്ത്രാലയത്തിന്റെ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലാണ് ഈ ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ നയാ പൈസ കിട്ടില്ല എന്ന് നാനാ വഴിക്കൂടെയും പാകിസ്ഥാന് ഈ കുറിപ്പിൽ മറുപടിയും കിട്ടി. അങ്ങനെ പാകിസ്ഥാനെ കരണം പുകച്ചടിച്ചിറക്കി എക്സ് പ്ലാറ്റ്ഫോമും. എന്നാൽ ഈ വിഷയം കുറച്ചധിക നേരം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുകയായിരുന്നു. പൊടുന്നനെ ഇത് ശ്രദ്ധയിൽപ്പെട്ട പാകിസ്ഥാൻ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഈ വിഷയം ചർച്ചയായതോടെ കുറിപ്പിനെ തള്ളിക്കൊണ്ടാണ് പാക് മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങളുടെ എക്സ് പ്ലാറ്റ്ഫോം ഹാക്ക് ചെയ്തിട്ടുണ്ടെന്നും ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടില്ല എന്നുമാണ് പാക് ധനകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിന്നാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു അടി കിട്ടിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഇന്ത്യയിലെ പിള്ളേര് പാകിസ്ഥാന് പണി കൊടുത്തു എന്ന് ചുരുക്കം. നിരന്തരം, അതായത് പഹൽഗാം ആക്രമണത്തിന് മുൻപും അതിനു മുൻപ് പുൽവാമ ആക്രമണമൊക്കെ നടന്ന ഘട്ടത്തിലും ഇന്ത്യക്കെതിരെ സൈബർ ആക്രമണത്തിന് തുനിഞ്ഞിരുന്നു പാകിസ്ഥാൻ. അതേ അടിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ പിള്ളേര് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഔദ്യോഗിക അക്കൗണ്ടുകൾ പോലും ഇന്ത്യയിലെ പിള്ളേര് ചുമ്മാ കയറി അങ്ങ് ഹാക്ക് ചെയ്ത് അതിലൂടെ ഓരോ കമന്റുകളും പോസ്റ്റുകളും പങ്കുവെക്കുകയാണ്. ഇതോടെ നാണം കെട്ട് നിൽക്കുകയാണ് പാകിസ്ഥാൻ. സൈബർ അറ്റാക്കിനെ നേരിടാൻ പോലും പാകിസ്ഥാന് കഴിയുന്നില്ല. പാകിന്റെ സൈബർ വിങ് പൂർണ്ണമായും തകർന്നടിഞ്ഞു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് കരയിലും കടലിലും ആകാശത്തും അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തും അടി, ഇപ്പോൾ സൈബർ ഇടത്തിലും അടിയോടെ ഇന്ത്യ ഇപ്പോൾ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുൻപ് പല ആവർത്തി ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ പയറ്റിയ അതേ മറുപടി തന്നെയാണ്. നിരന്തരം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെയെല്ലാം തകർത്തെറിയാൻ ഇന്ത്യയുടെ ചുണക്കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വർഷം നീണ്ട നിരോധനത്തിന് ശേഷം പാകിസ്ഥാൻ എക്സ് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത് പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുള്ള ആദരവായിരുന്നില്ല. എളുപ്പത്തിൽ ഏതുള്ളടക്കവും പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന ഈ പ്ലാറ്റ്ഫോം വഴി തെറ്റായ വിവരങ്ങൾ വ്യാപിപ്പിക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയായിരുന്നു 25 മിസൈലുകൾ, കാമിക്കാസെ ഡ്രോണുകൾ, പ്രിസിഷൻ ബോംബുകൾ എന്നിവ ഉൾപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂർ. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ ആരംഭിക്കുകയായിരുന്നു ഈ വെടിക്കെട്ട്. വളരെ നന്നായി ആസൂത്രണം ചെയ്തതിനാൽ വെറും 25 മിനിറ്റിനുള്ളിൽ അത് അവസാനിച്ചു. ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ അവരുടെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങൾ അങ്ങ് സജീവമാക്കുകയായിരുന്നു. നിരവധി തെറ്റിദ്ധാരണാജനകമായ അവകാശവാദങ്ങൾ അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചില മാധ്യമങ്ങളിലൂടെയും എക്സിലൂടെയും ഇന്ത്യക്കെതിരെ നുണകളുടെ ഒരു പരമ്പര തന്നെ അങ്ങ് തുറന്നുവിട്ടു. പാകിസ്ഥാൻ അനുകൂല സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പോലും മനഃപൂർവ്വം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ബഹാവൽപൂരിന് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ യുദ്ധവിമാനം പാകിസ്ഥാൻ സൈന്യം വെടിവെച്ചിട്ടു എന്ന തെറ്റായ അവകാശവാദവുമായി നിരവധി വീഡിയോകൾ ഇതിലൂടെ പ്രചരിച്ചു. എന്നാൽ 2021 പഞ്ചാബിലെ മോഗയിൽ നടന്ന MiG-21 വിമാനത്തിന്റെ അപകടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിവയെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും ഇന്ത്യൻ മാധ്യമങ്ങളും വസ്തുതാ പരിശോധനയിലൂടെ തെളിയിച്ചു. 2024 ഒരു വീഡിയോ പാകിസ്ഥാൻ ഒരു ഇന്ത്യൻ ബ്രിഗേഡ് ആസ്ഥാനം തകർത്തതിന്റെ തെളിവായി പ്രചരിപ്പിക്കാനും ശ്രമം നടന്നു. ഇന്ത്യൻ സൈനികരെ തടവിലാക്കിയതായി അവകാശപ്പെട്ട പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന് തന്റെ പ്രസ്താവന പിൻവലിക്കേണ്ടി വന്നതും നാണക്കേടായി. CNN-ലെ അഭിമുഖത്തിൽ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്കൊന്നും തെളിവുണ്ടാകാതിരുന്നതോടെ ലോകത്തിനു മുന്നിൽ പാകിസ്ഥാൻ വീണ്ടും നാണം കെട്ടു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന സമൂഹ മാധ്യമ അക്കൌണ്ടുകളെല്ലാം
സശ്രദ്ധം നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യൻ അധികൃതർ. സൈനിക പരിശീലനങ്ങളെക്കുറിച്ചോ അനുബന്ധ സുരക്ഷാ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഉള്ള കിംവദന്തികളോ തെറ്റായ വിവരങ്ങളോ പ്രചരിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ 8,000-ലധികം അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ സർക്കാർ നിർദ്ദേശം വന്നിരിക്കുന്നുവെന്ന് എക്സ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ പരമാധികാരം, അഖണ്ഡത, പ്രതിരോധം, സുരക്ഷ, വിദേശ ബന്ധങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനായി വിവരങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാരിനെ അനുവദിക്കുന്ന IT നിയമത്തിലെ സെക്ഷൻ 69A പ്രകാരം പ്രതിദിനം 1000-ഓളം വിവരങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു എന്നത് തന്നെ വ്യാജ വാർത്തകളുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഇന്ത്യൻ പൌരന്മാരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈബർ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അജ്ഞാത ഫയലുകളോ ലിങ്കുകളോ തുറക്കുന്നതിനെതിരെ ഇന്റലിജൻസ് ഏജൻസികൾ പൊതുജനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തന്ത്രപ്രധാനമായ വിവരങ്ങളും പണവും അപഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള മാൽവെയർ വിതരണം ചെയ്യാൻ പാകിസ്ഥാൻ വാട്സാപ്പ്, ഇമെയിൽ, ഫേസ്ബുക്ക്, ടെലിഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡാൻസ് ഓഫ് ദ ഹിലറി വൈറസ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക മാൽവെയർ വീഡിയോ ഫയലുകളിലൂടെയോ ഡോക്യുമെന്റുകളിലൂടെയോ രൂപത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഈ വൈറസ് മൊബൈൽ ഫോണുകളെയും കമ്പ്യൂട്ടറുകളെയും ബാധിക്കുകയും ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ഡേറ്റ ഹാക്കർമാർക്ക് ലഭ്യമാക്കുകയും ചെയ്യാമെന്ന് സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് EXEയിൽ അവസാനിക്കുന്ന ഫയലുകൾ പോലെയുള്ള സംശയാസ്പദമായ ലിങ്കുകൾ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റുകൾ വഴിയാണ് ഈ വൈറസ് എത്തുന്നത്. അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നുള്ള ഇത്തരം ഫയലുകൾ ക്ലിക്ക് ചെയ്യുന്നതോ തുറക്കുന്നതോ ഒഴിവാക്കണമെന്ന് അധികൃതർ ഉപയോക്താക്കളോട് ഇപ്പോൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണങ്ങളെയും സൈബർ ആക്രമണങ്ങളെയും കുറിച്ച് ഓരോ പൌരനും ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ലഭിക്കുന്ന വിവരങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തുകയും സംശയാസ്പദമായ ലിങ്കുകളോ ഫയലുകളോ തുറക്കാതിരിക്കുകയും ചെയ്യുന്നത് സുരക്ഷിതരായിരിക്കാൻ സഹായിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ നാണം കെട്ട് നിൽക്കുകയാണ്. ഇന്ത്യയിലെ പിള്ളേര് കയറിയാണ് അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തിരിക്കുന്നത്. അതിലൂടെ പാകിസ്ഥാനെ നാണം കെടുത്തുന്ന പലതും പോസ്റ്റ് ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.